എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന വിഷയങ്ങൾ താഴെ പറയുന്നവയാണ്. വിഗ്രഹാരാധനയുടെ യഥാർത്ഥ അർത്ഥം. കല്ലിനെ ആരാധിക്കുന്നു എന്ന തെറ്റിദ്ധാരണയുടെ സത്യാവസ്ഥ. പ്രതീകത്തിൽ നിന്ന് പരമാത്മാവിലേക്കുള്ള ആത്മീയ യാത്ര. വിഗ്രഹം എങ്ങനെ മനസ്സിനെ ദൈവത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ദൈനംദിന ജീവിതത്തിലെ ലളിതമായ ഉദാഹരണങ്ങൾ. ക്ഷേത്രങ്ങളും പ്രാണപ്രതിഷ്ഠയും പിന്നിലെ ആത്മീയ ശാസ്ത്രം. വിഗ്രഹാരാധനയുടെ മാനസികവും ആത്മീയവുമായ ഗുണങ്ങൾ. കുടുംബം, സംസ്കാരം, ഭക്തി എന്നിവയിൽ അതിന്റെ സ്വാധീനം. രൂപത്തിൽ നിന്ന് അരൂപത്തിലേക്കുള്ള ഹിന്ദു ദർശനം. വിഗ്രഹം ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ് എന്ന സത്യം. ഓം നമഃ ശിവായ. ഈ വീഡിയോ വിഗ്രഹാരാധനയുടെ പിന്നിലെ ആത്മീയ അർത്ഥം മനസ്സിലാക്കാനുള്ള ഒരു യാത്രയാണ്. ദൈവത്തെ അനുഭവിക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ ആത്മീയ വഴികളും ഭക്തിയുടെ ആഴവും ആത്മാവിന്റെ ഉണർവും ഇവിടെ ലളിതമായി അവതരിപ്പിക്കുന്നു. ഓരോ സ്ലൈഡും ആത്മീയതയിലേക്കുള്ള ഒരു ചെറിയ ചുവടാണ്. ഈ ദൈവിക യാത്രയിൽ വിഗ്രഹം വെറും രൂപമല്ല. ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ മനുഷ്യ മനസ്സിന് സഹായിക്കുന്ന ഒരു ആത്മീയ മാർഗമാണ്. ഭക്തിയുടെയും ആത്മബോധത്തിന്റെയും ഈ ദൈവിക സത്യത്തിലേക്ക് സ്വാഗതം. നമുക്ക് വിഗ്രഹാരാധനയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നോക്കാം. വിഗ്രഹാരാധനയെക്കുറിച്ച് ലോകത്ത് വലിയൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നു. പലരും ഹിന്ദുക്കൾ കല്ലിനെയും ലോഹത്തെയും ആരാധിക്കുന്നു എന്ന് കരുതുന്നു. പക്ഷേ അതിന് ഹിന്ദു ദർശനത്തിന്റെ യഥാർത്ഥ സത്യവുമായി യാതൊരു ബന്ധവുമില്ല. ഹിന്ദുമതം പറയുന്നത് ദൈവം എല്ലായിടത്തുമുള്ള അനന്തചൈതന്യമാണെന്നും ഒരു രൂപം മനുഷ്യ മനസ്സിനെ അതിലേക്കു കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഉപാധിയാണെന്നും ആണ്. അതിനാൽ വിഗ്രഹാരാധന എന്നാൽ കല്ലിനെ ആരാധിക്കുന്നതല്ല, മറിച്ച് ദൈവത്തെ അനുഭവിക്കുന്ന ഒരു ആത്മീയ ശാസ്ത്രമായി വേണം മനസ്സിലാക്കാൻ. ഈ വീഡിയോയിലൂടെ നമുക്ക് അതിന്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാം. വിഗ്രഹാരാധന ഒരു ആമുഖം. വിഗ്രഹാരാധന എന്നാൽ കല്ലിനെ ആരാധിക്കലല്ല, മറിച്ച് കല്ലിലൂടെ ദൈവത്തെ അനുഭവിക്കുന്ന ആത്മീയ ശാസ്ത്രമാണ്. ദൈവം എല്ലായിടത്തുമുള്ള ചൈതന്യമാണെങ്കിലും ആ ചൈതന്യത്തെ മനസ്സിന് തൊടാൻ കഴിയുന്ന ഒരു രൂപത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന പ്രക്രിയയാണിത്. ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ് വിഗ്രഹാരാധന കൊണ്ട് മനസ്സിലാക്കേണ്ടത്. വിഗ്രഹം വെറും കല്ലോ ലോഹമോ അല്ല. അത് ദൈവത്തിലേക്ക് ഉയരാൻ മനസ്സിനെ സഹായിക്കുന്ന ഒരു പ്രതീകാത്മക ഉപാധിയാണ്. വിഗ്രഹം ലക്ഷ്യമല്ല, മറിച്ച് ദൈവത്തിലേക്കുള്ള വഴികാട്ടിയാണ്. വിഗ്രഹം ഒരു കണ്ണാടി പോലെയാണ്. കണ്ണാടി നമ്മെ സൃഷ്ടിക്കുന്നില്ല, പക്ഷേ നമ്മെ നമുക്ക് കാട്ടിത്തരുന്നു. അതുപോലെ വിഗ്രഹം ദൈവത്തെ സൃഷ്ടിക്കുന്നില്ല, പകരം നമ്മുടെ ഉള്ളിലെ ദൈവികതയെ നമുക്ക് പ്രതിഫലിപ്പിച്ചു തരുന്നു. എന്തുകൊണ്ട് ഒരു രൂപത്തിന്റെ ആവശ്യം എന്ന് നോക്കാം. നമ്മുടെ മനസ്സ് ചഞ്ചലമാണ്. രൂപമില്ലാത്ത ഒരു കാര്യത്തിൽ ശ്രദ്ധ ഉറപ്പിക്കുക പ്രയാസമാണ്. ഒരു രൂപം മുന്നിലുള്ളപ്പോൾ മനസ്സിന് ഒരു കേന്ദ്രബിന്ദു ലഭിക്കുന്നു. അത് ചിന്തകളെ ശാന്തമാക്കി ഭക്തിയിലേക്ക് വേഗത്തിൽ നയിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ നോക്കാം. അമ്മയുടെ ഫോട്ടോ. ഇത് സ്നേഹത്തിന്റെ ഒരു ഉദാഹരണമാണ്. അമ്മയുടെ ഫോട്ടോ സത്യത്തിൽ വെറും പേപ്പറാണ്. പക്ഷേ അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അമ്മയോടുള്ള സ്നേഹം ഉണരുന്നു. നമുക്കറിയാം അമ്മ ആ പേപ്പറിലല്ല ജീവിക്കുന്നത്. പക്ഷേ ആ രൂപം നമ്മളെ അമ്മയോടുള്ള സ്നേഹത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ വിഗ്രഹം ദൈവത്തെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു ദൃശ്യസ്മാരകം മാത്രമാണ്. ആദരവിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ദേശീയ പതാക. ദേശീയ പതാക വെറുമൊരു തുണികഷ്ണമാണ്. പക്ഷേ അതിനോടുള്ള നമ്മുടെ ആദരവ് ആ തുണിയോടല്ല, മറിച്ച് അത് പ്രതിനിധീകരിക്കുന്ന രാജ്യത്തോടാണ്. പതാകയെ ആദരിക്കുമ്പോൾ നാം രാജ്യത്തെയാണ് ആദരിക്കുന്നത്. അതുപോലെ വിഗ്രഹത്തിലൂടെ നാം വണങ്ങുന്നത് പ്രപഞ്ചനാഥനെയാണ്. ഇനി നമുക്ക് വിഗ്രഹത്തിന്റെ ആത്മീയ ശാസ്ത്രത്തെ പറ്റി നോക്കാം. ഓരോ വിഗ്രഹവും ഓരോ സന്ദേശമാണ് നൽകുന്നത്. ശിവലിംഗം അനന്തതയെയും കൃഷ്ണൻ സ്നേഹത്തെയും ദുർഗ ശക്തിയെയും ആണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ അനന്തമായ ഗുണങ്ങളെ ധ്യാനിക്കാനുള്ള വ്യത്യസ്ത ജാലകങ്ങളാണിവ. വിഗ്രഹങ്ങൾ വെറും കല്ലിലോ
മരത്തിലോ കൊത്തിയ രൂപങ്ങൾ അല്ല. ആഗമശാസ്ത്രം നിർദ്ദേശിക്കുന്ന കൃത്യമായ അളവുകളും ഭാവങ്ങളും ഉൾക്കൊണ്ട ആത്മീയ പ്രതീകങ്ങളാണ് അവ. ഓരോ രൂപത്തിനും ഒരു ആത്മീയ അർത്ഥമുണ്ട്. അത് ഭക്തന്റെ മനസ്സിൽ ദൈവിക ചിന്തയും ഭക്തിയും ഉണർത്തുന്നു. ഇനി എന്താണ് പ്രാണപ്രതിഷ്ഠ എന്ന് നോക്കാം. മന്ത്രങ്ങളും പൂജകളും വഴി വിഗ്രഹത്തിൽ ദൈവിക ചൈതന്യം ഉണർത്തുന്ന പ്രക്രിയയാണ് പ്രാണപ്രതിഷ്ഠ. പ്രാണപ്രതിഷ്ഠയിലൂടെ ഒരു സാധാരണ ശില ഭക്തിക്ക് ശക്തി പകരുന്ന ഒരു ആത്മീയ കേന്ദ്രമായി മാറുന്നു. ഭക്തന്റെ മനസ്സ് ഈ ദൈവിക ചൈതന്യവുമായി ബന്ധപ്പെടുമ്പോൾ അനുഭവം കൂടുതൽ ആഴവും സമാധാനവുമാകുന്നു. മനുഷ്യ മനസ്സ് എപ്പോഴും ചഞ്ചലമാണ്. അതിനെ കേന്ദ്രീകരിക്കാൻ ഒരു കേന്ദ്രവസ്തു ആവശ്യമാണ്. വിഗ്രഹം ആ കേന്ദ്രീകരണത്തിന് സഹായിക്കുന്നു. വിഗ്രഹത്തെ നോക്കുമ്പോൾ ചിന്തകൾ പിരിഞ്ഞുപോകാതെ ഒരിടത്ത് നിലകൊള്ളാൻ സഹായിക്കും. ഈ ഏകാഗ്രത ഭക്തന്റെ മനസ്സിനെ ധ്യാനത്തിലേക്കും ആന്തരിക സമാധാനത്തിലേക്കും നയിക്കുന്നു. അങ്ങനെ വിഗ്രഹം ആത്മീയ അഭ്യാസത്തിനും മനസ്സിന്റെ ശാന്തിക്കും സഹായകമായ ഒരു മാർഗമായി മാറുന്നു. ക്ഷേത്രം ചുരുക്കത്തിൽ ഒരു ആത്മീയ ലബോറട്ടറിയെ സൂചിപ്പിക്കുന്നു. ക്ഷേത്രം ഒരു ആത്മീയ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. വിഗ്രഹം അതിന്റെ പ്രധാന ഭാഗമാണ്. മന്ത്രങ്ങളും പൂജകളും അവിടെ ഒരു ഭക്തിപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അവിടെ പ്രവേശിക്കുമ്പോൾ മനസ്സ് ശാന്തമാകാനും ചിന്തകൾ ക്രമപ്പെടാനും സഹായകമായ ഒരു അനുഭവം ലഭിക്കുന്നു. ഇനി വിഗ്രഹ ആരാധന കൊണ്ട് മാനസികവും ആത്മീയവുമായ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മനസ്സിന്റെ ചികിത്സയാണ് ആദ്യത്തേത്. വിഗ്രഹത്തിന് മുന്നിലെ നിശബ്ദത മനസ്സിനെ ശാന്തമാക്കുന്നു. അവിടെ നിൽക്കുമ്പോൾ നമ്മളുടെ ചിന്തകളും ഭാരങ്ങളും ഭഗവാനോട് സമർപ്പിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ഈ സമർപ്പണം ആന്തരിക സമാധാനവും സുരക്ഷിതത്വവും നൽകുന്നു. ധ്യാനത്തിന്റെ വാതിൽ ആണ് അടുത്തത്. ധ്യാനത്തിന് ഒരു ദൃശ്യകേന്ദ്രം ആവശ്യമാണ്. വിഗ്രഹത്തിന്റെ രൂപത്തിൽ മനസ്സ് ഉടക്കി നിൽക്കുമ്പോൾ ചിന്തകൾ ചിതറാതെ ഒരിടത്ത് നിൽക്കുന്നു. ഈ ഏകാഗ്രത ഭക്തനെ ആന്തരിക സമാധാനത്തിലേക്കും ആത്മീയ വളർച്ചയിലേക്കും നയിക്കുന്നു. നാം ആരാധിക്കുന്ന രൂപങ്ങളിൽ നിന്ന് നമുക്ക് ധൈര്യം ലഭിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ബോധവും ദൈവിക രൂപങ്ങൾ നൽകുന്ന ആത്മവിശ്വാസവും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ നമ്മളെ ശക്തരാക്കുന്നു. ഇനി ഇത് നമ്മുടെ ജീവിതചര്യയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ദൈവത്തെ ഒരു സുഹൃത്തായോ രക്ഷകനായോ കാണാൻ ഒരു രൂപം സഹായിക്കുന്നു. ഈ വൈകാരിക ബന്ധം ഭക്തിയെ കൂടുതൽ ആഴമുള്ളതാക്കി മാറ്റുന്നു. വിഗ്രഹത്തിനു മുന്നിൽ ഭക്തൻ തന്റെ സ്നേഹവും നന്ദിയും തുറന്നു പറയുന്നു. പൂജകളും ക്ഷേത്രസേവനവും എല്ലാം കർമ്മയോഗമാണ്. പ്രവർത്തനം ഭക്തിയാകുമ്പോൾ മനസ്സ് ശുദ്ധമാകുകയും അഹങ്കാരം കുറയുകയും ചെയ്യുന്നു. ഇത് ജീവിതത്തിൽ സമാധാനവും ക്രമശീലവും സൃഷ്ടിക്കുന്നു. ജ്ഞാനയോഗം, അതായത് രൂപത്തിൽ നിന്ന് അരൂപത്തിലേക്ക് ഉള്ള പ്രയാണം. ജ്ഞാനയോഗം നിരാകാര ദൈവത്തെ പഠിക്കുന്നു. എങ്കിലും തുടക്കത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ വിഗ്രഹം ആവശ്യമാണ്. രൂപത്തിലൂടെ തുടങ്ങി അരൂപത്തിലെ സത്യത്തിൽ അവസാനിക്കുന്ന യാത്രയാണിത്. വിഗ്രഹ ആരാധന എങ്ങനെ കുടുംബവും സംസ്കാരവും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. കുട്ടികളിലെ ആത്മീയ അടിത്തറയിൽ നിന്ന് തുടങ്ങാം. കുട്ടികൾക്ക് സങ്കീർണമായ തത്വങ്ങൾ മനസ്സിലാകില്ല. വിഗ്രഹങ്ങളിലൂടെയും കഥകളിലൂടെയുമാണ് അവർ ദൈവവുമായി സ്നേഹത്തിലാകുന്നത്. ഇത് അവരുടെ സ്വഭാവരൂപീകരണത്തിന് ജീവിതകാലം മുഴുവൻ സഹായിക്കുന്ന അടിത്തറയാകുന്നു. മറ്റൊരു ഗുണം വിഗ്രഹ ആരാധന കുടുംബത്തെ ഒരുമിപ്പിക്കുന്ന കേന്ദ്രമായി പ്രവർത്തിക്കുന്നു എന്നതാണ്. വീട്ടിലെ പൂജാമുറി കുടുംബത്തിന്റെ ആത്മീയ ഹൃദയമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും വളരുന്നു. വിഗ്രഹം വീട്ടിൽ ഒരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇനി കലയും ഉത്സവങ്ങളുമായി എന്താണ് ബന്ധം എന്ന് നോക്കാം. നമ്മുടെ കലകളും ഉത്സവങ്ങളും വിഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഇത് സമൂഹത്തെ ഒരുമിപ്പിക്കുകയും തലമുറകളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിഗ്രഹാരാധന നമ്മുടെ സാംസ്കാരിക ഐക്യത്തിന്റെ ചിഹ്നം കൂടിയാണ്. ചുരുക്കത്തിൽ വിഗ്രഹം എന്ന സത്യം കല്ലിനെ ആരാധിക്കലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ദൈവത്തെ കണ്ടെത്താനുള്ള ശാസ്ത്രമാണ്. വിഗ്രഹം ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ്.
ദൈവം നമ്മുടെ ഉള്ളിലാണെന്ന സത്യം അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിഗ്രഹ ആരാധനയുടെ അന്തിമ സന്ദേശം. ദൈവം എല്ലായിടത്തുമുണ്ട്. ഒരു രൂപം ഉപയോഗിച്ച് അവനെ മനസ്സിൽ അനുഭവിക്കൂ. ഒരു നിമിഷം മഹാദേവനെ വന്ദിച്ചു എഴുതൂ. ഓം നമഃ ശിവായ. നിങ്ങൾ ഒരു മഹാദേവ ഭക്തനെങ്കിൽ ദയവായി അദ്ദേഹത്തിനു വേണ്ടി ഒരു കമന്റ് ഇടണം എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി.